മനുഷ്യക്കടത്തിനിരയായി റഷ്യയിൽ കുടുങ്ങിയ 2 മലയാളികളെ കൂടി തിരിച്ചെത്തിക്കണമെന്ന് കുടുംബങ്ങൾ. തിരുവനന്തപുരം അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസിനൊപ്പം പോയ വിനീതും ടിനുവുമാണ് ഇപ്പോഴും യുദ്ധമുഖത്ത് തുടരുന്നത്. സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്ത് ഈ ചെറുപ്പക്കാരെ റഷ്യയിലേക്ക് കൊണ്ടുപോയത് റഷ്യൻ സൈന്യത്തിലേക്കുള്ള കൂലിപ്പട്ടാളക്കാരായിട്ടാണ്. മക്കളെക്കുറിച്ച് യാതൊരു വിവരവും അറിയാതെ വല്ലാത്ത സങ്കടത്തിലാണ് ഈ 2 കുടുംബവും. ജനുവരി മാസമൊക്കെ 29-ാം തീയതി വരെ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിക്കുക പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ജനുവരി കഴിഞ്ഞ് പിന്നെ മോൻ്റെ വിളിയൊന്നും മെസ്സേജ് ഇല്ല, വിളിയില്ല, ഒന്നുമില്ല. എനിക്ക് വിളിയില്ല, ഒന്നുമില്ല. പിന്നെ ഇനി ഒരു മോ എങ്ങനെയും വന്നു, ഇനി 2 മക്കളും കൂടെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തന്നാലും ഞങ്ങൾക്ക് ഇത്ര ഇതാവുള്ളൂ. ഞങ്ങൾ കടബാധിതരുള്ളവരടുത്താണ് ഞങ്ങളെല്ലാം വിട്ടത്. മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അമ്മമാർ കണ്ണീരോടെയാണ് മക്കളെ ഓർക്കുന്നത്. വല്ലപ്പോഴും വരുന്ന വാട്സാപ്പ് മെസ്സേജ് അല്ലാതെ ഫോണിലൂടെ ഒന്നും മിണ്ടാൻ പോലും കഴിയില്ലെന്ന് ടിനുവിന്റെയും വിനീതിന്റെയും കുടുംബം പറയുന്നു. റഷ്യയിൽ പോവാനായി ഇവർ ഓരോരുത്തരും ചിലവാക്കിയത് 7 ലക്ഷം രൂപയാണ്. പലയിടത്തു നിന്നും കടം വാങ്ങിയാണ് പണം ഉണ്ടാക്കിയത് തന്നെ. ഈ കടം എങ്ങനെ വീട്ടുമെന്ന ചിന്തയും ഇവരെ അലട്ടുകയാണ്. തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലാണ് പ്രിൻസിന്റെ കുടുംബം. ഇനിയും വരാനുണ്ട് 2 പേർ, ടിനുവും വിനീതും. അവരുടെ കുടുംബം അവർക്കായി കാത്തിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ അഗ്നാട്ടി, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.